നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പോകുന്നു ഞാൻ. ശാശ്വത ഭാഗ്യം നരനരുളീടാ പ്രഭയുടെ നാട്ടിൽ, നിത്യഭയുടെ നാട്ടിൽ നിത്യവിരും നിൻ അണയട്ടെ ഞാൻ എന്നും എന്നേക്കും. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പോകും നേരം സ്നേഹാർദ്രതയാ എൻ പ്രിയജനമേ ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ ാപിപ്പതിന. പോയി മറയും നീ ക്ഷണഭഞ്ജടികാശകളും അക്ഷയരാജ്യം നേടാനുതകും. അവനെ തേടി കണ്ടെത്തിയില്ല, നശിക്കും ലോകമിതെന്നിൽ ഭീതിയുണർത്തി. ജീവൻ പകരും കുരിശിലെ വിരവോ ആശ്ലേഷിച്ചു. നിന്റെ കരുണ എന്നെ അറിയിക്കണമേ. ശാന്തിയിൽ പൊയ്ക്കൊള്ളുക നിൻ പാപത്തിനു ഞാൻ മാപ്പേകും. കൽപ്പിച്ചതുപോ എന്നോടുമിപ്പോ കൽപ്പിക്കണമേ. അവനെ പുകഴ്ത്തുവിൻ. ദൂതർ വിളിക്കും നാദം, വിധി നാളുയരും മോഹനഗാനം. അത്
അതു കേട്ടുണരും മൃതരെല്ലാരും ത്രിത്വത്തിന്ന സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പറുദീസായില്ല സ്വർഗം തന്നെ ഭൂവിലിറങ്ങി മഹിതാത്ഭുതമുദിച്ചു. വിധിയുടെ ദിവസമോ മൃതരെഴുന്നേൽക്കും, ജീവിപ്പവരോ വിസ്മയകരമാ പ്രാപിച്ചിടും. പരിശുദ്ധന്മാരെതിരേൽപ്പിനു വരമധ്യേ നിരചേരുന്നു. സ്നേഹിതരെ ഞാനവരുടെ അണിയിൽ കിണമേ. നിന്റെ അരൂപിയായി മിശിഹാനാഥ, പാപികളെല്ലാം നിൻ കൽപ്പനയാ ഉദ്ധിതരായി ഇരുളു നിറഞ്ഞോരം ദീപ്തി പരത്തി. ഹൃദിയുടെ പൊതുവാ പാതയിലല്ലോ നീങ്ങും നിസ്വരുമൊപ്പം പ്രതിഫലമതിര പായുന്ന നിശം. അവർ ചിറക് വിരിച്ച് പറന്നു വന്നു. ദൈവികമണഞ്ഞു മനുജനു ശരണം ശാന്തിയുമരുളും മേരിക്കേകി. ദാഹത്താ വലയും ധരതൻ നീരുറവകളെ ശ്ലീമഭയം ഞങ്ങൾ കുലകിൽ. വാങ്ങും നീ നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം. അവയെല്ലാം കടന്നുപോകുന്നു.
കഥയുടെ അന്തിമയാത്ര. സഹജന്മാരെ സിതാ ഞാൻ ചോദിക്കുന്നു, നിങ്ങളെനിക്കായി ഹലോ, ചെക്ക് ചെക്ക്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്ദ ഭൂമിയിൽ അവർ വിലഖമാ നിഷ്പ്രഭമാകും. ഹല്ലേലൂയ. പോകുന്നു ഞാൻ ലയമിയലാത്തോ രാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ. ദുഷ്ടത കുടിവാണൊഴുകി കവാടം തുറക്കണമേ, അലിവൊടുനാഥ മൃതരുടെ പാപം പൊറുക്കണമേ, നിത്യവിരു അവനീണ്ടവരെ ത്യജിക്കരുതേ.
നല്ല പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാമ്പത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. ഉത്ഥാനം രക്ഷയുമുയരും നൽകുന്നു. ആകാശം ഭൂമി നിന്റേതാകുന്നു, ആകാശഭൂമി ഭൂതലവും. അങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവിൽ രക്ഷയോടെ മുളയ്ക്കുന്നു കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. എല്ലാം കാണുന്നു നിരവധിയാമൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. ആകാശത്തിലും ഭൂമിയിലും സുദീർഘനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശ നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാമ്പത്തിനും പരിശുദ്ധാത്മാവുമായ വിളങ്ങും വദനമുടുണരാ വരമരുളേണം. വിധിയുടെ നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാ. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിന് അതിന്റെ പാവങ്ങളിൽ നിന്നെല്ലാം മന്നം രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. അഗാധത്തിലും പിതാമ്പത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. സർവ്വത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായി നിന്റെ കുരിശിന്റെ അടയാളത്തോടും ഇതിനെ വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മരണത്താലേ മാനവനുലകിൽ മംഗളജീവൻ പകർന്നവനേ മരണമടഞ്ഞു ആനന്ദത്തിൻ പരമകവാടം തുറക്കണമേ. നിണബലിയാ ഉന്നത വെളിവാ ശാന്തി ജഗത്തിൽ വിതച്ചവനേ മരണമടഞ്ഞു ആനന്ദത്തിൻ പരമകവാടം തുറക്കണമേ. ബലിവോടു മൃതരുടെ പാപം പൊറുക്കണമേ. നിത്യവിരുന്ന് അരിവുകൾ വീശി നിറതിരിയവരിൽ കൊളുത്തണമേ.
പോകരുതേ. അവയെല്ലാം കടന്നു പോകുന്നു. തേടി ദൈവത്തോടൊപ്പം തേടി ദൈവത്തോടു തുറന്നിടാ ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിടാ പോകുന്നേ ഞാനും എൻ ഗൃഹം. അവനെ പുകഴ്ത്തുവിൻ. സ്വർഗമോ വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ജന്മം ധന്യമാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോ ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കാത്ത പോകുന്നേ ഞാനും എൻ ഗൃഹം ഞാനെൻ നാമത്തെ കരയുമ്പോ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തെ
പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, എൻ പാർപ്പിടമേ, പ്രഭയുടെ നാട്ടിൽ അണയട്ടെ ഞാൻ അന്തിമയാത്ര. ആന്റണി തോമസിൻ്റെ ഭാര്യ ജോളി, മകൻ ആൽബിൻ, സഹജന്മാരെ അലക്സ്, സ്നേഹിതഗണമേ, യാത്രയിതാ ജാക്ലിൻ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആന്റണി തോമസിന് അന്ത്യയാത്ര നൽകാൻ വേണ്ടിയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ ഒരു വീരസൈനികനായും നല്ല മനുഷ്യനെയും നല്ല ഒരു കുടുംബസ്നേഹിയെയുമാണ് ആന്റണി തോമസ്. തൻ്റെ ജീവിതം രാജ്യത്തിനായി സമർപ്പിച്ച ഒരാളായിരുന്നു. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായി അദ്ദേഹം നിർവഹിച്ച സേവനം ഒരിക്കലും മറക്കാനാവാത്തതാണ്. ജീവിതം മുഴുവൻ അതിർത്തികളിൽ നിൽക്കുമ്പോൾ നമ്മൾ സുരക്ഷിതമായി ഉറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ അദ്ദേഹത്തെപ്പോലെയുള്ള സൈനികരുടെ ത്യാഗവും ജാഗ്രതയും ഒന്നുകൊണ്ട് മാത്രമാണ്. അദ്ദേഹം സ്നേഹമുള്ള ഭർത്താവും കരുതലുള്ള പിതാവും വിശ്വസ്തനായ സുഹൃത്തും എല്ലാവർക്കും പ്രിയങ്കരനായ വ്യക്തിയുമായി സ്നേഹമനോഭാവവും എല്ലാവരുടെയും മനസ്സിൽ നിലനിൽക്കും. ഇന്ന് അദ്ദേഹത്തിൻ്റെ വേർപാട് ആന്റണിയുടെ കുടുംബത്തിനും സമൂഹത്തിനും എന്ന പ്രദേശത്തെ നിവാസികൾക്കും വലിയ നഷ്ടമാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അഭിമാനത്തോടെ ഓർക്കപ്പെടേണ്ടതാണ്. ആ ത്യാഗം ആന്റണി തോമസ് തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു. അദ്ദേഹം നമ്മൾ അദ്ദേഹത്തെ കണ്ണീരോടെ വിട പറയുമ്പോഴും നമ്മൾ വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. ആന്റണിയുടെ കൂടെ പഠിച്ച ജോസഫ് അലിയാൻ തോടതിൽ ഇവിടെയുണ്ട്. നാട്ടിൽ ആന്റണിയുടെ സുഹൃത്തായിരുന്ന ബിസ്മാൻ, നിന്റെ കരുണ എന്നെ അറിയിക്കണമേ. അദ്ദേഹവും ജോളിയും ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ UK-യിലെ അസോസിയേഷൻ്റെ കൂട്ടായ്മയായ യുക്മയുടെ പ്രതിനിധിയായി നമ്മുടെ യുക്മ ലൈവായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡപം നിവാസികൾക്ക് വേണ്ടിയും ഞാൻ ആന്റണിയുടെ കുടുംബത്തിന് അനുശോചനം അറിയിക്കുന്നു. ഒത്തിരി ദുഃഖത്തോടും സ്നേഹത്തോടും എൻ്റെ പേര് ഞാൻ കാടുകളിൽ താമസിക്കുന്നു. ഞങ്ങൾ ചിറ്റാരിക്കൽപ്പാട് സംസാരിക്കുന്നു. വിധിയുടെ ദിവസം നിശിഹാരിച്ചിടും. വേദനയോടെയാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഞാൻ ആന്റണിയുടെ സഹപാഠിയും കൂട്ടുകാരനും കൂടിയാണ്. നിന്റെ കരുണ അവരുടെ
കൽപ്പനയാ തങ്ങളുടെ മരണം ഞങ്ങൾക്ക് വിശ്വസിക്കാൻ നമ്മുടെ അടുത്തേക്ക് പറഞ്ഞിരുന്നു. ഹൃതിയുടെ പൊതുവാ അവസാനമായി നിന്നെ നമുക്ക് കാണാൻ കഴിയില്ല. നിനക്ക് ശാന്തി നേരുന്നതോടൊപ്പം നമ്മുടെ കന്യാംബികതൻ സവിധമണഞ്ഞു മനുജനു ശരണം ഉറവകളെ സ്ലീഹന്മാരെ നിങ്ങളണയ്ക്കും വിടവാങ്ങും പോകും പരേതനായ ആന്റണി തോമസിൻ്റെ കുടുംബാംഗങ്ങളെ, മറ്റ് ബന്ധുമിത്രാദികളെ, സുഹൃത്തുക്കളെ നാട്ടിൽ നിർവഹിച്ചു പൂർത്തിയാക്കുമ്പോഴാണ് നമുക്കൊന്നും ലഭിക്കാത്ത ഒരു വലിയ ഭാഗ്യം ബഹുമാന്യനായ ആന്റണി തോമസിന് ലഭിച്ചു. കാരണം മാതൃരാജ്യത്തെ സേവിക്കാൻ കിട്ടിയ ഒരവസ്ഥ ദൈവിക ഭവനം പൂകും നേരം സ്നേഹാർദ്ര അവർ മാനവനുലകിൽ ശാന്തി ജഗത്തിൽ പോയി മറയും നീ ക്ഷണഭംഗുരമാ ലോകവുമതിലേ പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങി. അതുവാ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയും നീരും നൽകുന്നു. മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. ആമോദീസ വഴിയെന്നെ സുതവരെന്നോർക്കണമേ. എല്ലാവരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ഹൃദയിൽ തെളിവായെന്നുടെ നാഥ തിരുവിളിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയാ പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. ദൂതർ വിളിക്കും കാഹളനാദം മോഹനഗാനം അതു ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദീർഘനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു.
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ ഉന്നത നൃപനാ വിധിയുടെ നാളിൽ ഉന്നത നൃപനാ വിളങ്ങും അസ്യമിടാത്തോരവികലമോദം നുകരാം നുകരേ മഹിമാവൊഴുകും ഉന്നത നൃപനാം മിശിഹാനാഥ സുതരെല്ലാരും അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നാമത്തിന് സ്തുതി. കർത്താവേ, അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. കർത്താവേ, എൻ്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവെ, എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. ശബ്ദത്താൽ ആസ്തനെ ഉയർപ്പിച്ച കർത്താവ് കേട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായി കർത്താവേ, ഇവന്റെയും മരണത്തിന്റെയും നാഥനും പിതാമ്പത്തിനും പരിശുദ്ധാത്മാവേ മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. അതിനും ദൈവവുമായ മിശിഹായെ, നിന്റെ പുരുഷന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങൾ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷരായി കബറിടങ്ങൾ ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ മാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ശുശ്രൂഷകൾ നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത്. അതുവരെ ആളുകൾക്ക് കാണുന്നതിനുള്ള സൗകര്യമുണ്ട്. മേഷോടെ ആയതുകൊണ്ട് അവരുടെ ടൈമിന് നമ്മൾ അവിടെ എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് വീട്ടിലെ കർമ്മങ്ങൾ ആദ്യം ചെയ്യും. അതിനുശേഷം പള്ളിയിലെ കർമ്മങ്ങൾ, പിന്നെ സിമിറ്ററി ചെയ്യേണ്ട ഏതാനും കാര്യങ്ങൾ ആണ് ബാക്കി. തിരിച്ചു വന്നിട്ടാണ് കുർബാന നമ്മൾ ക്രമീകരിച്ചത്. കാരണം ഇവിടെ ശനിയാഴ്ച ആഫ്റ്റർനൂണാണ് ഇവിടെ കുർബാനയുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് ക്രമീകരിച്ചിരിക്കാം. അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്ലീസ് ബി സീറ്റഡ്. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമാ ദൈവിക ഭവനം സ്നേഹാർദ്രതയാ. ഇവിടെ സ്നാക്സും ഡ്രിങ്ക്സും എല്ലാം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അത് എടുക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇവിടെ പുറത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു,
നൊമ്പരവും നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ പ്രാപിപ്പതിന. നിലനിൽക്കുന്നു. പോയി മറയും നീ ജഡികാശകളും അക്ഷയരാജ്യം നേടാനുതകും. അവനെ തേടി കണ്ടെത്തിയില്ല. കരയുന്നോ ഞങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്തു പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനെന്നാഥന്റെ ചാരി പിറ്റുന്നോ ഉണർന്നിടാൻ. മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നോര കൂടുവിട്ടു വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാമാരും ദൂതരും കർത്താവേ ജന്മം ധന്യമാടുത്തുറങ്ങിടാ എത്തുന്നേ ഞാനെന്നാകന്റെ ചാരെ പിറ്റും. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവ് നൊന്തു നീറിയോ നിൻ മനം ശങ്ക കൂടാതെ ചൊല്ലി ദൈവത്തോടൊത്തുറങ്ങിടാ എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരെ പിറ്റുന്നോ ഞാനെൻ സ്വന്ത ദേശത്തു പോകുമ്പോ കഴിയുന്നു
ചെന്നിതാ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു കുറഞ്ഞിടാ എത്തുന്നേ ഞാനെന്നാകത്തെ ചാരി മിശിഹാനാഥ സ്നാക്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർ നിങ്ങളെല്ലാവരെയും സ്നാക്സ് എടുക്കാൻ ക്ഷണിക്കുകയാണ്. ദൈവത്തിട്ട് സമയം അനുസരിച്ച് നിറഞ്ഞു അവനിലെങ്ങും തിരുവുത്ഥാനം ദീപ്തി പരത്തി ധനികരും ദരിദ്രരും മൃതിയുടെ പൊതുവാ പാതയിലല്ലോ നീങ്ങുന്നുലകിൽ മാൻ നിസ്വരുമൊപ്പം പ്രതിഫലമതിര അവർ ചിറക് വിരിച്ച് പറന്നു വന്നു. ദൈവികദൂതൻ ധരയിലിറങ്ങി സവിധമണഞ്ഞു മനുജനു ശരണം ശാന്തിയുമരുളും മേരിക്കേകി. യുകെയിലെ ചിറ്റാരിക്കൽ സംഗമത്തിലെ എല്ലാ അംഗങ്ങളോടും മുമ്പിലേക്ക് വരാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും മുമ്പോട്ട് ദയവീതിട്ട് ചിറ്റാരിക്കായൽ സംഗമത്തിലെല്ലാം ധരതൻ നീരുറവകളെ സ്ലീഹന്മാരെ നിങ്ങളണൈ വാങ്ങും നീ വസതി പരിശുദ്ധന്മാ പരമാനന്ദം നുക അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വതഭാഗ്യം നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. സഹജന്മാരെ നിങ്ങളെനിക്കാ
എൻ്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. ഈ വണ്ടി കേൾക്കേണമേ, പാപങ്ങളെല്ലാം നേടും. ജോളി നിൽക്കുന്നു. ഇവിടുത്തെ അസോസിയേഷനായ SMCAയുടെ പ്രസിഡന്റ് ശ്രീ ജോബിയെ ഞാൻ ക്ഷണിക്കുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാർ, നമുക്കെല്ലാവർക്കും അറിയാം, വേർപാട് അതൊരിക്കലും നികത്താൻ പറ്റാത്ത ഒരു വിടവ് തന്നെയാണ്. പക്ഷേ നമ്മൾ ജീവിച്ചിരിക്കുന്നവർ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് ജഗദീശൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ ഇതും ഞാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ കുടുംബത്തിൻ്റെ വേർപാട് Mass is arranged. We have no independent churches. Mass is arranged. We have no independent churches. So it is a courtesy of Father Debbie we are offering Mass here, and he is very generous to us. But the years are going on. We have a lot of people. Our people are coming and they are set. A lot of people. Our people are coming and they are settling here. And at the same time, we are also confronting. We will continue the service. And another Father, priest is so hearty welcome, Father, your generosity and your kindness to come and come with us this sorrowful time. സിമിത്തേരിയിൽ നമുക്ക് അതിനുള്ള സംവിധാനം കുന്തിരിക്കൊന്നും ഇടാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാം നമ്മൾ ഇവിടുന്ന് പൂർത്തീകരിച്ച് ബോഡി അവിടെ ചെന്ന് അവസാനത്തെ പ്രാർത്ഥന മാത്രമേ അവിടെ ചെയ്യുള്ളൂ. അതിനു മുമ്പുള്ള എല്ലാ പ്രാർത്ഥനകളും നമ്മൾ ഇവിടുന്ന് പൂർത്തിയാക്കി വിടാനുള്ള സമയമൊക്കെ ഞങ്ങൾ ഉള്ള സമയത്തിൽ നമ്മൾ ചിലപ്പോൾ ഒന്ന് സ്പീഡാകേണ്ടി വന്നാൽ ആക്കുക, അതല്ലെങ്കിൽ നമ്മൾ സാവകാശം നമ്മൾ ചെയ്താൽ മതി. നമ്മളതുകൊണ്ട് ഔദ്യോഗികമായിട്ട് ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പരേതൻ്റെ ആത്മാവിന് നമുക്ക് നിത്യശാന്തിയുമായിട്ട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയുള്ള അവരുടെ ജീവിതവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ക്രമീകരിക്കുന്നതിന് തമ്പുരാൻ ഇടവരും. ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജനങ്ങളിൽ ദൈവത്തിന് രാജ്യം വരണമേ,
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനും വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാ ദാനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെ ഭൂമിയുടെ രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീയല്ലാതെ ആരെനിക്ക് ആശ്രയം? എല്ലാ തിന്മകളിൽ നിന്നും എന്നെ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം സ്തുത്യർഹനമാകുന്നു. ആദ്യ പിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുത് ദൃഢമായ എന്നിൽ വിശ്വാസം. ക്ഷേമിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർത്തേകും. ശാന്തി നിനക്കു പകർന്നീടും. മർത്യനമർത്യത പുണരുന്നു. ക്ഷയമുള്ളോര നിതരാം നൂതനമാക്കുന്നു. പരിശുദ്ധാത്മാവിനു സ്തുതി. കൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദി മുതൽ എന്നേക്കും ആമേൻ. നല്ലവരൊത്തു വലംഭാഗേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. ഞാൻ ആഗ്രഹിക്കുന്നു, ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മളിൽ നിന്നും എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എൻ്റെ പ്രാർത്ഥന നിൻ്റെ പക്കലെത്തട്ടെ. എൻ്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അവൻ വിധിക്ക് വിധേയനാവുന്നില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും കർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ Father Francis, thank you everyone for being here today to pray for Anthony Thomas and to be with his family. Dear friends, today I want to thank that Anthony Thomas was a man of duty, dignity and discipline. I think that's the message that I want to celebrate today. And I'm sure you don't need to worry. Julia, and to love you the same way as he has always loved and looked after your family. Albin and Carolyn, you have this wonderful son. Jesus in the Gospel of John says, do not let your hearts be troubled. Trust in God still and trust in me. There are many rooms in my Father's house. If there were not, I should have told you. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവെ, ആത്മാവിൻ്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ
നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കുവാണെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദീർഘനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു പരമാനന്ദം പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു നിത്യവിരുന്നിൻ നടയട്ടെ മിശിഹാനാഥൻ പ്രതിഫലമേറും പ്രിയജനമേ അനുദിനമലിവോ ഒരായുസ് മുഴുവൻ ദൈവിക പദ്ധതികൾ പോലെ ഒരു രാജ്യത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്ത് 23 വർഷം ഇന്ത്യൻ ആർമിയിൽ നിങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ ആയിരിക്കുമ്പോൾ എൻ്റെ വികാരി ആയിരിക്കുമ്പോൾ അവിടുത്തെ സ്കൂളിൽ
അവിടുത്തെ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്ത ആളായിരുന്നു ജോളി. അവിടുന്നാണ് പ്രൊമോഷൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്ത ആളായിരുന്നു ജോളി. അവിടുന്നാണ് പ്രൊമോഷൻ കിട്ടി കൂരാച്ചനിലേക്ക് പോയി. പിന്നീടാണ് അവരുടെ വിവാഹമൊക്കെ നടന്നത്. ആ സ്ഥലത്തൂടെയൊക്കെ നടന്നു പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ അവിടെ ഇഷ്ടംപോലെ വണ്ടിയും വാഹനങ്ങളൊക്കെ ഉണ്ട്. അന്ന് നടന്നു വേണം പോകാൻ. കൊല്ലങ്ങൾ 10-40 മുമ്പാകട്ടോ. അപ്പോൾ അന്നത്തെ അവസ്ഥയാണ് ഞാനിപ്പോൾ പറയുന്നത്. കാലം മാറി എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു സ്ഥലമായി അതൊക്കെ കാണാനും മനസ്സിലാക്കാനും ഒക്കെ ഇന്നിപ്പോൾ നിങ്ങൾ വന്നപ്പോൾ എനിക്ക് സാധിച്ചു. അപ്പോൾ ഈ വലിയ ഒരു ദുഃഖത്തിൻ്റെ ഈ നിമിഷത്തിൽ ജോളിയെ എങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ജോളിക്കും അവർ അധ്യാപികയായിരുന്നു, റിട്ടയർ ചെയ്തു. അങ്ങനെ മാനോട് നമ്മളിതുവരെ ഒരു സ്വതന്ത്രമായൊരു ഇടവകയൊന്നും ആയിട്ടില്ല. അതിനിനിയും വളരെ ദൂരം നമ്മൾ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. സോ ദാറ്റ് ഈസ് വാട്ട് ഐ വാണ്ട് ടു ടെൽ യു. സോ ഈ വലിയ ദുഃഖകരമായ അപ്പൻ്റെ വേർപാട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് എന്ന് എനിക്കറിയാം. അതിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന നിങ്ങളും ഇത് നമ്മൾ മനസ്സിലാക്കുക. പേടിക്കേണ്ടല്ല, നിങ്ങൾ ചെയ്യാവുന്ന വിധത്തിൽ ഏറ്റവും നന്നായിട്ട് ആൽബിനത് നമ്മൾ മനസ്സിലാക്കുക. പേടിക്കേണ്ടല്ല, നിങ്ങൾ ചെയ്യാവുന്ന വിധത്തിൽ ഏറ്റവും നന്നായിട്ട് ആൽബിനത് വളരെ ഭംഗിയായിട്ട് അത് ക്രമീകരിച്ചു എന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇവിടെ പള്ളിക്കാരും കൈക്കാരന്മാരും എല്ലാവരുമായിട്ടും വേണ്ട വിധത്തിൽ അത് ക്രമീകരിച്ചു. അവരവരുടെ വിശ്വാസ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം അന്ന് ഇവിടുത്തെ ആളുകളുടെ അവസ്ഥകളുമൊക്കെ അറിയാം. ജോലിയുടെ പ്രാരാബ്ദങ്ങളും ജീവിതത്തിൻ്റെ സ്ട്രെസ്സുകളും അമലിനെയും അതുപോലെ കുഞ്ഞ് സാറായും ഞാൻ പ്രത്യേകം ഓർക്കുന്നു. അവരെയൊന്നും ഞാൻ നേരിട്ട് ഇതിനു മുമ്പ് കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ഇതൊരു വലിയൊരു മുഹൂർത്തമാണ്. പക്ഷേ നിങ്ങളെ കണ്ടില്ലെങ്കിൽ നിങ്ങളെ അമ്മയെ എനിക്കറിയാം. And he served our country. But now the Christ is telling us, be a soldier of Christ. ചേർത്ത ആളിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല. ഈ വചനം വിശ്വാസയോഗ്യമാണ്. പൗലോസ്ലീഹ എന്നിട്ട് പറയാണ് നാം അവനോടുകൂടി മരിച്ചിട്ടുണ്ട്. നാം അവനെ നിഷേധിക്കുന്നെങ്കിൽ അവൻ നമ്മെ നിഷേധിക്കും. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നൊരു ശുശ്രൂഷ ചെയ്തൊരു സേവകൻ എന്ന പോലെ ക്രിസ്തുവിന് വേണ്ടി അദ്ദേഹവും ശുശ്രൂഷ ചെയ്യുകയും അല്ലെങ്കിൽ മക്കളെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്തതിൻ്റെ തെളിവാണല്ലോ നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ആ പകർന്നു തന്ന വിശ്വാസത്തിലേക്ക് സ്വീകരിച്ച് നിത്യശാന്തി നൽകി അനുഗ്രഹിക്കട്ടെ. ഒപ്പം നിങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ശാന്തി കൊണ്ടും സംതൃപ്തി കൊണ്ടുമില്ല. സോ we will be doing everything from here, and the last prayer only I will do it in the crematorium. Then ഇത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. മഹിളർക്കും ജീവനും അതുപോൽ ശരണവും അരുളിയിടാൻ കർത്താവിനെ ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. ഹൃതിയാൽ തന്നെ ഹൃതിയുടെ കൈപ്പെല്ലാം കഴുകിയ നാഥ നിന്നെ നമിക്കുന്നു. ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി ഉലകി. ശിഹാനാഥൻ ശബ്ദമുയർത്തുന്നു. ഹൃദയെ മുറപോൽ നാഥനണയ്ക്കുന്നു. ദുഷ്ടനുമിളയിൽ
ശിഷ്ടനും ഒരുപോലെ. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും, അഭയം കുരിശിൽ കണ്ടവൻ അവസാനം, വിധിയുടെ നാളിൽ കൈവരും ആനന്ദം. നീ എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ കൈകൾ വെച്ചു, ധൂളിയിൽ നിന്നും ജന്മമെനിക്കേകി, നിന്നെ നമിക്കാൻ നൽകണമുത്ഥാനം. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു, മേഘത്തേരിൽ നാഥൻ എഴുന്നള്ളും, മൃതരെ വിളിക്കും, ജീവനവർക്കേകും. വിശുദ്ധർക്ക് പ്രകാശമുദിച്ചു, കനകപ്രഭയിൽ അവരുടെ മൊളി ചിഹ്നം, അതിലുള്ളവരോ നാഥന് പുകൾ പാടും. ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയരുതഖിലേശൻ, പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, താതനുമേവം സുതനും റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങളണയ്ക്കുന്നു. ആദിമുതൽ എന്നേക്കും ഈശോനാഥ, മരണവും ഉയരവും കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. നമുക്ക് സമാധാനം. സത്യവിശ്വാസത്തോടുകൂടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന ഈ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിക്കുമാറാകട്ടെ. ആമേൻ. മരിച്ചവരെ അർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തൻ്റെ അനുഗ്രഹത്താലും തൻ്റെ മാതാവായ കന്യാമറിയത്തിൻ്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോടുകൂടി ഇയാളെ തൻ്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ആമേൻ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. കർത്താവേ വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. ദൈവത്തിൻ്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണത്തിന് വിധേയനാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദ്ധാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. ദൈവത്തിൻ്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റ് കൂദാശകളാൽ എൻ്റെ ആത്മാവിൽ കൃപാവരം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹം എന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മളിവിടെ നിന്ന് ബോഡി എടുക്കുന്ന നേരത്തായിരിക്കും ഇനിയുള്ള പാട്ട് പാടുന്നത്. പക്ഷേ അതിനു മുമ്പ് നമ്മൾ ബാക്കി സിമിത്തേരിൽ എത്തുമ്പോഴുള്ള പ്രാർത്ഥന കൊണ്ട് ഇപ്പോൾ ചെയ്യുകയാണ്. കർത്താവേ, നിന്റെ ദാസന്റെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. അയാൾക്ക് നിത്യാശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായി ശരീരത്തിന് നിന്റെ ബുദ്ധിപുത്രൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. സോപ്പാവുകൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ ആളെ ആശ്വസിപ്പിക്കണമേ. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കബറിടം പൗത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. കുരിശ് വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും
ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം മുതൽ എന്നേക്കുമാമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. നമ്മളിപ്പോൾ കുന്തിരിക്കം ഇടുകയാണ്. അച്ഛന്മാരാണ് ആദ്യം ഇടുന്നത്. അതിനുശേഷം ഏറ്റവും അവസാനം കുടുംബാംഗങ്ങൾ ഇടുന്നു. അതിനു മുമ്പ് പെട്ടെന്ന് നിങ്ങൾ വന്ന് ഇടാനുള്ളവർ, ആഗ്രഹമുള്ളവർ മുന്നോട്ട് വരിക. അതോടൊപ്പം തന്നെ നമ്മൾ ഗായകസംഘം ഒരു പാട്ട് പാടും. അതിനെ തുടർന്ന് നമ്മൾ ബോഡി അടയ്ക്കും. നമ്മൾ സെമിറ്ററിയിലേക്ക് പോകണം. അതുകൊണ്ടാണ് ഇനി നമുക്ക് 12 മണിയായി അതിനു മുമ്പ് കുന്തിരിക്കം ഇട്ടതിന് ശേഷം ആൽബിന്, ഞങ്ങൾ അച്ഛന്മാരിട്ടതിന് ശേഷം ആൽബിൻ സംസാരിക്കും. ആ നേരത്ത് നിങ്ങളൊരു പക്ഷേ നിങ്ങൾക്ക് വന്ന് പറയുകയും ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ടൈം പിന്നെ പോകും. നന്ദിയുടെ ഒരു വാക്ക് പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആദ്യമായി തന്നെ കർമ്മങ്ങൾ ചാച്ചൻ്റെ കർമ്മങ്ങൾ ചെയ്തു തന്ന പ്രിയപ്പെട്ട ജോർജ് അച്ഛനോടും ഫ്രാൻസിസ് അച്ഛനോടും നന്ദി അറിയിക്കുന്നു. Next, I would like to extend my sincere thanks to Father Ravi for all the support he has shown us through this difficult time. എനിക്ക് നിങ്ങളോട് ഇപ്പോൾ 2 വാക്ക് സംസാരിക്കാൻ പറ്റുന്നത്, തരാനുള്ള ഒരു ശക്തി തരുന്നത് ഇവിടെ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളിന്ന് സപ്പോർട്ടാണ്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. കാരണം കഴിഞ്ഞ 1 മാസക്കാലം ഞങ്ങളുടെ ഫാമിലിയിൽ നടന്നൊരു സംഭവം ഇത്രയധികം ശക്തിയോടുകൂടി എനിക്കിവിടെ നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും, അതുപോലെ ഇത് കാണുന്ന ഓരോരുത്തരും തന്നൊരു വലിയൊരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. എല്ലാവരോടും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് എവ്രി വൺ. അടുത്ത് എനിക്ക് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന മണ്ഡപത്തുള്ള എല്ലാവരോടും എന്നെ സംസാരിക്കാനുള്ളത്, നിങ്ങളുടെ കുഞ്ഞുമോൻ അല്ല കുഞ്ഞിപ്പാപ്പൻ അല്ല കുഞ്ഞുമോൻ ചേട്ടൻ ഒരുപാട് സന്തോഷത്തോടെയാണ് യാത്ര പോകുന്നത്. അച്ചാച്ചൻ്റെ നാട്ടിൽ ഇങ്ങനെ അസുഖം വന്നപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ നാട്ടുകാരും എന്നെ ഇങ്ങനെ കാണാൻ പാടില്ല, അവരുടെ മനസ്സിലൊരു കുഞ്ഞുമോനുണ്ട്, അതങ്ങനെ ഇരുന്നോട്ടെ. സോ എല്ലാവരോടും അച്ചാച്ചൻ വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു എവ്രി വൺ. Story
എന്തിനായി ഞാൻ സ്വന്തം ദേശത്തു പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാം എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നോപ്പമുണർന്നിടാം. ജന്മം പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാം എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നോപ്പമുണർന്നിടാം. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിൻ മനം ശങ്ക കൂടാതെ ചൊല്ലി ഇല്ലതെല്ലുമേ എത്തി ഞാനെത്തി സന്നിധേ എത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാം എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നോപ്പമുണർന്നിടാം. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്തു പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാം എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നോപ്പമുണർന്നിടാം.
നമ്മളിപ്പോൾ കമ്മിറ്റേറിയത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് ഓൾറെഡി പോസ്റ്റ് കോഡ് ഇടുന്ന ആരെങ്കിലും വരുന്നവരുണ്ടെങ്കിൽ പോസ്റ്റ് കോഡ് അനുസരിച്ച് വരാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ടൈം ആയതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. അത്യാവശ്യം അവിടെ സമയത്ത് തീർക്കേണ്ടതുണ്ട്. മൃതരെല്ലാരും ത്രിത്വത്തിന്ന സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പറുദീസായി സ്വർഗം തന്നെ ഭൂവിലിറങ്ങി മഹിതാത്ഭുതമുദിച്ചു. വിധിയുടെ ദിവസമോ മൃതരെഴുന്നേൽക്കും, ജീവിപ്പവരോ വിസ്മയകരമാ